ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും സുഖം തന്നെ. ഇത് നമുക്ക് റവ കേസരി ഉണ്ടാക്കാം. അതിനായിട്ട് എന്തൊക്കെ വേണം, അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ കപ്പിന് 1 കപ്പ് റവ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് മെയിൻ നമുക്ക് ഈ ഏലക്കാട് സ്മെല്ല് വേണം. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഏലക്ക ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു 8 കാഷ്യൂനട്ട്, ഒരു 2 ടേബിൾ സ്പൂൺ ഓയില്, 3/4 കപ്പ് പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. കിസ്മിസ് ഒരു 15 എണ്ണം. ഇവിടെ ഇച്ചിരി കളർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കാണാനൊരിതിന് വേണ്ടി. നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കളറിന്റെ ഒന്നും ആവശ്യമില്ല. 4 ടേബിൾ സ്പൂൺ നെയ്യ്. ഇത് റവ കേസരി നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നെയ്യിന്റെയും ടേസ്റ്റാണ് മുമ്പിൽ നിൽക്കേണ്ടത്, നെയ്യിലാണ് ഉണ്ടാക്കേണ്ടത്. ഇപ്പം ഞാൻ ഇവിടെ ഓയിലൂടെ മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓയിലൂടെ മിക്സ് ചെയ്യണ്ട എങ്കിൽ നെയ്യ് മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ടെങ്കിൽ 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഏത് ഇതിലാണോ നമ്മൾ മെഷർ എടുക്കുന്നത് അതേ മെഷറിൽ വെള്ളം എടുക്കണം. പാത്രം വെച്ച് നമുക്കൊരു സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കാഷ്യൂനട്ടൊന്ന് വറുത്തെടുക്കാം. വറുക്കെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് റെഡ് കളർ ആവണ്ട, ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതങ്ങ് മാറ്റിയെടുക്കാം നമുക്ക്. ഇനി ഇതിലോട്ടൊരു സ്വല്പം കൂടെ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ആ റവ നല്ലതുപോലെ വറുത്തെടുക്കാം. നല്ല റെഡ് കളർ ആവുന്നിടം വരെ വറുത്തെടുക്കാം. നല്ലതുപോലെ വറക്കുക. ഇളക്ക് നല്ലതുപോലെ എല്ലായിടും ഇളക്കണം, അല്ലെങ്കിൽ ചിലടം കരിഞ്ഞും ചിലടം അല്ലാതെ ഇരിക്കും. ഇതിപ്പോ മൂത്ത് വരാറായിട്ടുണ്ട്, കളറൊക്കെ ആയി. അതുകൊണ്ട് നല്ലതുപോലെ ഇനി ഇളക്കുക. നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദാണ്ടെ ഈ മൂത്തത് കണ്ടോ, ഇനി നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇനി അതേ കടായിലോട്ട് ഞാൻ ആ വെള്ളം ഒഴിക്കുക, വെള്ളം ഒന്ന് തിളപ്പിക്കുക. അതിൻ്റെ അകത്തോട്ട് ഞാൻ മുന്തിരിങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. വെള്ളം തിളക്കട്ടെ. വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇനി ആ ഫ്ലെയിം ഇച്ചിരി ഒന്ന് കുറച്ചിട്ട് നമുക്ക് ഇത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. റവ വറുത്തത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക, കട്ടയൊന്നും വരാതെ. ഇനി ഫ്ലെയിം ഇച്ചിരി കൂട്ടാം. ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ബാക്കി ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആ ഓയിലൂടെ ഒഴിക്കുക, നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ ഏലക്ക പൊടിച്ചത്. ഇത് വീട്ടിലുണ്ടാക്കുമ്പോൾ കളർ ഇടേണ്ട ആവശ്യമില്ല, ഇപ്പൊ കളറൂടെ ഞാൻ ഒഴിക്കുക. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിൽ ഗ്യാസ് ഓഫ് ആക്കാം. ഇനി അണ്ടിപ്പരിപ്പ് ഇട്ടേക്കാം. നമ്മുടെ റവ കേസരി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൊച്ചു കൊച്ചു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.